ഹലോ, ഞാൻ നിങ്ങളുടെ അയന. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പിന്നെ നമുക്കൊരു അടിപൊളി കഥ കേൾക്കാൻ പോയാലോ? ഡാ ഫൈസലേ, നീ വൈകിട്ട് ഞാൻ വരുന്നതിന് മുന്നേ പീടികയിൽ പോകണം കേട്ടല്ലോ. ഒന്നൊന്ന് മൂളിയാൽ പോരാ, ഞാൻ വരുന്നതിന് മുന്നേ പോയി സാധനങ്ങൾ വാങ്ങിക്കണം. വൈകിട്ട് എൻ്റെ കയ്യിൽ നിന്നും തല്ലി വാങ്ങിക്കൂട്ടരുത്. ഇവിടെ കറിക്കൊന്നുമില്ല. ഞാൻ വാങ്ങിക്കോളാം ഉമ്മ. മറക്കരുത്, മറന്നാൽ രാത്രി പട്ടിണി കിടക്കേണ്ടി വരും, പറഞ്ഞേക്കാം. ഇല്ല, മറക്കില്ല ഉമ്മ. പിന്നെ വൈകിട്ട് പാരീസിനെ ട്യൂഷന് കൊണ്ടുവന്ന് വിടണം. ഉമ്മ. ഞാൻ ഉമ്മയുടെ മുന്നിൽ ബഹുമാനത്തോടെ പേടിയോടെ നിന്ന് ഉമ്മ പറയുന്ന കാര്യങ്ങൾ എല്ലാം തലയാട്ടി കേട്ടു. ഞാൻ ഇറങ്ങുന്നേ, പറഞ്ഞത് മറക്കണ്ടെന്നും. പറഞ്ഞത് രാവിലെ 9 മണിക്കൊരു ഹാൻഡ് ബാഗും എടുത്ത് ഒരു കറുത്ത കുടയും പിടിച്ച് മെറൂൺ കളർ പർദ്ദയും കറുത്ത ഹിജാബും ധരിച്ച് ഉമ്മ കാലിദിക്കാൻ്റെ 3 നിലയുള്ള തുണിക്കടയിലേക്ക് ജോലിക്ക് പോയി. എൻ്റെ ഉമ്മ സഫിയുടെ നടത്തം നോക്കിക്കൊണ്ട് ഞാൻ വാതിൽക്കൽ തന്നെ നിന്നു. 5 അടി 7 ഇഞ്ച് ഉയരമുള്ള ഒത്ത കേരളസ്ത്രീ തന്നെയായിരുന്നു എൻ്റെ ഉമ്മ സഫിയ. വീതി കൂടിയ തെറിച്ച പുറം പർദ്ദയ്ക്കുള്ളിൽ നടക്കുമ്പോൾ തുള്ളിച്ചാടുന്നതും ഏണേക്കോണെ ത്രികോണ എന്ന തരത്തിൽ അത് ആടിക്കളിക്കുന്നതും കാണാൻ നല്ല ചന്തമായിരുന്നു. പർദ്ദയ്ക്ക് മുന്നിൽ ഉമ്മയുടെ ആടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ കുടങ്ങൾ തന്നെ തെറിച്ചു നിൽക്കുന്നത് കാണാം. നോക്കുന്നയാൾക്ക് ശരിക്കും കാണാൻ സാധിക്കത്തക്ക രീതിക്കുള്ള അത് തന്നെയായിരുന്നു. 44 വയസ്സായ എൻ്റെ ഉമ്മ സഫിയയ്ക്ക് ഇന നിറമായിരുന്നു. ഉമ്മയുടെ കൗമാരക്കാലത്ത് മുഖത്ത് വന്ന മുഖക്കുരുകളുടെ പാടുകൾ 40 കഴിഞ്ഞിട്ടും ആ മുഖത്തിൽ തെളിഞ്ഞു കാണാമായിരുന്നു. മാത്രമല്ല, അവിടെയും ഇവിടെയുമായി ഉമ്മയുടെ മുഖത്ത് വേറെയും കുരുക്കൾ ധാരാളമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാണാൻ വലിയ ഭംഗിയുള്ള സ്ത്രീയായിരുന്നില്ല എൻ്റെ ഉമ്മ സഫിയ. കണ്ടാൽ അല്പം പരിക്കമായ ബോൾഡായിരുന്ന മുഖമായിരുന്നു ഉമ്മയുടേത്. ഉമ്മയുടെ ശബ്ദത്തിനെല്ലാം നല്ല കനമുള്ളതായതിനാൽ എന്നെയും എൻ്റെ അനുജൻ ഫാരിസിനെയും ഉമ്മ ശകാരിക്കുമ്പോൾ ഞങ്ങൾ 2 പേരും ശരിക്കും പേടിച്ചു പോകുമായിരുന്നു. അവൻ 9ലും ഞാൻ +2ലോ പഠിക്കുന്നതെങ്കിലും ഉമ്മയുടെ തല്ല് ഞങ്ങൾ 2 ആൾക്കും നല്ല ഭയമായിരുന്നു. ഞാൻ 3 പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഞങ്ങളെ വിട്ടു പോയതാ. ശേഷം ഞങ്ങൾക്ക് എല്ലാം ഉമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ കീഴിൽ ഞങ്ങൾ 2 പേരെയും വളരെ സ്ട്രിക്റ്റായിട്ടായിരുന്നു വളർത്തിയിരുന്നത്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാലോ ക്ലാസ്സിൽ കുരുത്തക്കേട് കാണിച്ചാലോ ഉമ്മ ഞങ്ങളെ ചൂരലിൽ പൊത്തിരി തല്ലും. ഞാൻ +2 കഴിഞ്ഞ ആളായി മുതിർന്നിട്ട് കൂടി ഉമ്മയുടെ തല്ലിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മയുടെ ചെറുപ്പടിക്ക് അനുസരണയോടുള്ള ജീവിതവുമായി ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ +2 കഴിഞ്ഞ് എനിക്ക് 18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡിഗ്രിക്ക് ചേർന്നത്. ചുമ്മാ വീട്ടിലെ ജോലിയും ചെയ്ത് പീടികയിലും പോയി അനുജനെയും നോക്കി 4-5 മാസം ഞാൻ തള്ളി നീക്കി. ഡിഗ്രിക്ക് ചേരുന്നതിന് മുന്നേ കുറച്ച് നാളത്തേക്ക് ഉമ്മയോടൊപ്പം ജോലിക്ക് തുണിക്കടയിൽ വരാൻ ഉമ്മ എന്നോട് ആവശ്യപ്പെട്ടു. അതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. 1.5 മാസം കൂടി കഴിഞ്ഞാൽ ഓണം സീസൺ തുടങ്ങും. കടയിൽ സ്റ്റാഫ് കുറവുള്ളതിനാൽ ചുമ്മാ വീട്ടിലിരുന്ന് എന്നെക്കൂടി മുതലാളി കാലിദിക്ക പറഞ്ഞിട്ട് താൽക്കാലികമായി ജോലിക്ക് കൊണ്ടുപോയതായിരുന്നു. പോക്ക് കൊണ്ട് എനിക്കൊന്ന് 2 കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും സാധിച്ചു. എൻ്റെ അത്തര ജീവിതത്തിലേക്കുള്ള കാലെടുത്ത് വെപ്പ് കൂടിയായിരുന്നു അത്. ഞാനും ഉമ്മയും രാവിലെ 9 മണിക്ക് ജോലിക്കിറങ്ങും. രാത്രി 8 മണിയോടെ വീട്ടിലെത്തുകയും ചെയ്യും. ഉച്ചക്കലത്തെ ചോറ് അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ 2 ആളും കൊണ്ടുപോകാറാണ് പതിവ്. 3 ഫ്ലോറുകളുള്ള ഇടത്തരം കടയാണ്. 13 ലേഡി സ്റ്റാഫും ആണായിട്ട് തുണികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള 3 ചേട്ടന്മാരും ക്ലീനിങ്ങിനായിട്ട് പാപ്പി എന്ന് പറയുന്ന 65 വയസ്സ് പ്രായമുള്ള ശോഷിച്ച് വളരെ ഉയരം കുറഞ്ഞ് പാപ്പി ചേട്ടന് മാത്രമായിരുന്നു കടയിലുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ കടയിൽ ഫുൾ ടൈമുള്ള ആണുങ്ങൾ ക്യാഷ്യറായിരിക്കുന്ന മുതലാളി ഗാലതിക്കുകയും പിന്നെ താൽക്കാലിക ജീവനക്കാരനായി ഈ ഞാനും പിന്നെ വിവാഹം വരെ കഴിക്കാത്ത ആ എല്ലിച്ച് പൊക്കം കുറഞ്ഞ കഷണ്ടിയും
നരയുള്ള ക്ലീനിങ് സ്റ്റാഫ് പാപ്പിച്ചേട്ടനുമാണ്. ഒരു ശരാശരി 5-3 ഇഞ്ച് ഉയരമുള്ള സ്ത്രീയുടെ ഉയരവും വണ്ണവും അതുവരെ 65കാരനായ പാപ്പിച്ചേട്ടനില്ലായിരുന്നു. ആരെന്ത് പറഞ്ഞാലും തലയാട്ടി പേടിയോടുകൂടി അനുസരിക്കുന്ന ഒരു സാധു മനുഷ്യനായിരുന്നു പാപ്പിച്ചേട്ടൻ. അവിടുത്തെ കൗമാരക്കാരികളായ പെൺകുട്ടികൾ പോലും തീരെ ബഹുമാനം പാപ്പിച്ചേട്ടന് കൊടുത്തിരുന്നില്ല. എടാ പാപ്പി, വാടാ ഇവിടെ എന്നായിരുന്നു 19 വയസ്സ് മാത്രം പ്രായമുള്ള ശരണ്യ വരെ പാപ്പിച്ചേട്ടനെ വിളിച്ചിരുന്നത്. എൻ്റെ ഉമ്മയൊക്കെ ഇടയ്ക്ക് പാപ്പിച്ചേട്ടൻ്റെ ചേനത്തലയ്ക്ക് കഴിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം കസ്റ്റമറുള്ള അല്പം തിരക്കുള്ള സമയത്ത് പാപ്പിച്ചേട്ടൻ ഫ്ലോർ ക്ലീനിങ്ങിനായി വന്നപ്പോൾ എൻ്റെ ഉമ്മ ചേട്ടനെ ചെവിക്ക് പിടിച്ച് പിള്ളാലെ പോലെ തിരികുകയും, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേടാ, ജാഹിലെ കസ്റ്റമറുള്ളപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വരരുതെന്ന് എന്നും പറഞ്ഞ് ചേട്ടൻ്റെ തലയ്ക്ക് കൈ ചുരുട്ടിക്കിടുന്നത് കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ സങ്കടം വന്നുപോയി. ഇനി ഉണ്ടാവില്ലെത്താ എന്ന് പറഞ്ഞ് 44 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ ഉമ്മ സഫിയെ 65 വയസ്സ് പ്രായമുള്ള കിളവനെത്താ എന്നെ വിളിച്ച് ഉമ്മയ്ക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇതേ ഒരു കാഴ്ച 22 വയസ്സുള്ള അനിത എന്ന പെണ്ണും പാപ്പിച്ചേട്ടനോട് കാണിക്കുന്നത് ഞാൻ കണ്ടു. സത്യത്തിൽ അന്നാണ് എൻ്റെ കിളി പറന്നുപോയത്. കറുത്ത് മെലിഞ്ഞ് കാണാൻ ഒരു ലുക്കില്ലാത്ത ഒരു വൃത്തിയരികത്തോട് വരെ പോയിട്ടില്ലാത്ത അനിത എന്ന ആലപ്പുഴക്കാരി പെണ്ണ് പാപ്പിച്ചേട്ടനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് കണ്ടിക്ക് പുറമേക്ക് അത് വെക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്നല്ലേ തുണികൾ വെക്കുന്ന കോണോണിൽ ക്ലീൻ ചെയ്ത് കിടന്ന പാപ്പിച്ചേട്ടനെ അനിത ബെല്ലമായിട്ട് പിറകാൽ നിന്നു. അതായിരുന്നു ഞാൻ കാണാനിടയായത്. കടയിൽ യൂണിഫോം ഉള്ളതിനാൽ പച്ച സാരിയാണ് ലേഡി സ്റ്റാഫ് ധരിക്കാറ്. അവൾ സാരി ഇതാക്കാതെ തന്നെ ഡ്രൈ ആയിട്ട് അതിങ്ങനെ പാപ്പിച്ചേട്ടനെ അനങ്ങിക്കിടന്നു നിന്നു. എൻ്റെ കാൽ പെരുമാറ്റം കേട്ടതും അവൾ ചേട്ടൻ്റെ പിടിവിട്ട് നേരെ സെക്ഷനിലേക്ക് പോയി നിന്നു. സ്ത്രീകൾ പരസ്പരം അതിന് മുകളിലൊടിങ്ങനെ ആക്കുന്നത് അവിടുത്തെ പതിവ് കാഴ്ചയായിരുന്നു. സെക്ഷനിൽ കസ്റ്റമർ ഉള്ളപ്പോൾ പോലും ഒരാളെ പിറകിൽ നിന്ന് ഇതാക്കി അതൊക്കെ ഇങ്ങനെ അനക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മെൻ സെക്ഷനിൽ ആ കടയിൽ ഇല്ലാത്തത് കാരണം ഞങ്ങൾ കുറച്ച് മെൻസിന് മാത്രമായി ഏറ്റവും മുകളിൽ ഊണ് കഴിക്കുന്ന ഏരിയയിൽ മാത്രം ഒരു ബാത്റൂം ഉണ്ടായിരുന്നത്. പെണ്ണുങ്ങളുടെ ഇതും ഏറ്റവും താഴെ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ആ ഭാഗത്ത് തുണിത്തരങ്ങൾ ലോഡ് വരുന്നത് പൊട്ടിച്ചു തിരിയാനും ജനറേറ്റർ റൂമും പിന്നെ ലേഡീസ് ടോയ്ലറ്റും മാത്രമേ ഉണ്ടായിരുന്നത്. MD ആയ കാലത്തേക്ക് ക്യാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡായ ബാത്റൂം സൗകര്യമുള്ളൊരു കൊച്ചു മുറി ഉണ്ടായിരുന്നതിനാൽ പുള്ളി കൗണ്ടർ വിട്ട് അധികം വെളിയിലിറങ്ങാൻ പതിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 13 ലേഡീസ് സ്റ്റാഫും അതിനായിട്ട് താഴേക്ക് പോയാൽ അവിടെ വെച്ച് പരസ്പരം അതൊക്കെ ആക്കി. ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊക്കെ ഒരു പതിവായിട്ടുള്ള കേളികളായിരുന്നു എന്ന് ചുരുക്കം. ആ 13 പേർക്കും ഇടയിലാണ് പാവക്കിളയനായ പാപ്പി എന്ന ചേട്ടൻ പെട്ടുപോയത്. പലരും ചേട്ടനെ താഴെ ബാത്റൂമിലേക്ക് അതിനേക്കായിട്ട് കൊണ്ടുപോയിട്ടുള്ള കഥകൾ അവിടെ പുരാണം വിളമ്പുന്നത് പോലെ പെണ്ണുകൾ പരസ്പരം വിളമ്പുന്നത് പതിവായിരുന്നു. ചേട്ടൻ ശരിക്കും ആ 13 പേരുടെയും അടിമ പോലായിരുന്നു എന്ന് പറയലാണ് ശരിക്കും ശരി. എൻ്റെ ഉമ്മ സഫിയ ഭാരത്തുള്ള സെക്ഷനിലായതിനാൽ ഉമ്മയ്ക്ക് മാത്രം പച്ച സാരി ആവശ്യമുണ്ടായിരുന്നില്ല. ഉമ്മയുടെ വേഷം പർദ്ദ തന്നെയായിരുന്നു. ആണുങ്ങൾ കുറവായതുകൊണ്ടും താൽക്കാലിക സ്റ്റാഫായതുകൊണ്ടും ഞാനും യൂണിഫോം ഇട്ടിരുന്നില്ല. ഞാൻ ഉമ്മ നിൽക്കുന്ന പർദ്ദ സെക്ഷനിലാണ് നിന്നിരുന്നത്. ഒരു ദിവസം പർദ്ദ ലോഡ് വന്നിട്ടുണ്ട്. ബണ്ടിൽ പൊട്ടിച്ച് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ഉമ്മ പോയിട്ട് കുറച്ച് നേരത്തേക്ക് ഉമ്മയെ കണ്ടില്ല. ഞാൻ ആകെ വെപ്രാളപ്പെടുകയും വേറെ സെക്ഷനുള്ള ചേച്ചിയെ സെക്ഷൻ നിർത്തിയിട്ട് ഇപ്പം വരാമെന്നും പറഞ്ഞ് ഞാൻ താഴേക്ക് പോകാൻ പോയതും ഞങ്ങളുടെ ഫ്ലോറിൻ്റെ സൈഡിലുള്ള ഗോഡൗണിൽ നിന്ന് ഉമ്മയുടെ അടക്കി പിടിച്ചുള്ള സംസാരം ഞാൻ കേട്ടു. 3 ഫ്ലോറുകൾക്കും അതായത് ചെറിയ ഗോഡൗൺ റൂമുകൾ ഫ്ലോറിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു.
ഞങ്ങളുടെ ഫ്ലോറിൻ്റെ സൈഡിലുള്ള ഗോഡൗണിൽ നിന്ന് ഉമ്മയുടെ പരിക്ക് സംസാരം അടക്കി പിടിച്ച രീതിയിൽ കേട്ടത്. നീ എന്താടാ താഴോട്ട് വരാത്തെ? മുന്നേക്കെ നീ വന്നായിരുന്നല്ലോ, എന്ത് പറ്റി പാപ്പി നിനക്ക്? ഒന്നുമില്ലത്താ, എനിക്ക് വയ്യ, എന്നെ വീടെത്താ. അവിടെ ഇരിയടാ, അവിടെ തലക്കിട്ട് കൊട്ടുകൊള്ളുണ്ടെങ്കിൽ എന്താ വീടെത്താ. ആരെങ്കിലും വന്ന് കണ്ടാൽ പിന്നെ അതും മതി. ഓ, ഇപ്പം ഇവിടേക്ക് ആരും വരില്ല. നീ മേലാൽ ആർക്കും കൊടുക്കുകയും വേണ്ട, എനിക്ക് മാത്രമുള്ളതാ നീ, കേട്ടല്ലോ. വേറെ പെണ്ണുങ്ങൾക്ക് കൊടുത്തെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ പഴച്ചോണാണ്, നിൻ്റെ മയ്യത്ത് ഞാൻ എടുക്കും. കയറിയിരിക്കും. എൻ്റെ ഉമ്മ സഫിയുടെയും പാപ്പിച്ചേട്ടൻ്റെയും ശബ്ദമാണ് കൂടുതൽ നിന്ന് കേൾക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അകത്ത് എന്താ നടക്കുന്നതെന്ന് മാത്രം എനിക്ക് ചിന്തിക്കാനുള്ള വാക്കുതിരിവ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഉമ്മാന്ന് വിളിച്ച് ഗോഡൗണിൻ്റെ അകത്തേക്ക് കയറി ചെന്നു. അവിടെ കണ്ട കാഴ്ച അത് കാരണം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ ആകെ ഞെട്ടിത്തെറിച്ച് പോയി എന്ന് വേണമെങ്കിൽ പറയാം. കറുത്ത പർദ്ദയും കറുത്ത ഹിജാബും ധരിച്ച് ഉമ്മ നിലത്ത് കാലിതാക്കി വെച്ച് അതൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ ആയിട്ടിരിക്കുക. ആ ഒരു സീനൊന്ന് ആലോചിച്ച് നോക്കി. പാപ്പിച്ചേട്ടൻ ഉമ്മയുടെ ആടെ മുകളിലായിട്ട് അതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക. ഉമ്മ അങ്ങനെ അവരുടെ ചെറിയൊരു പരിപാടി അപ്രതീക്ഷിതമായി ഞാൻ കണ്ടു. എന്നെ കണ്ടതും പാപ്പി മാറ്റിയിറക്കി ഉമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പർദ്ദയൊക്കെ നേരെ ഇട്ടു. ഉമ്മ തൻ്റെ അതിൽ പൂക്കളുള്ളതൊക്കെ തന്നെ ഇട്ടിരുന്നെന്ന് ആടിരുന്നപ്പോൾ തന്നെ ഞാൻ കണ്ടതാണ്. എനിക്ക് ഒരു മിന്നയം പോലെ ഉമ്മയുടെ അത് ആദ്യമായിട്ട് കാണാൻ സാധിച്ചു. ഞാൻ ആകെ അന്തിച്ചു നിന്നതും പാപ്പിച്ചേട്ടൻ തൻ്റെ വീതി കൂടിയേ ഞാൻ ആകെ അന്തിച്ചു നിന്നതും പാപ്പിച്ചേട്ടൻ തൻ്റെ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റായി നിന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അതൊരു കുറ്റിപ്പഴവും പോലെ തീരെ ചെറുതായിരുന്നു പാപ്പിച്ചേട്ടൻ്റേത്. ബോളിന് മുകളിൽ ചെറുവിരലിൻ്റെ രണ്ടാമത്തെ വരയോളം മാത്രം വരപ്പുള്ളൊരു ചെറിയ കുറ്റി പോലുള്ളൊരു സാധനം. ചുമതല്ല, പാപ്പിക്ക് വയസ്സ് 65 അതൊന്നും ഇല്ലാത്തത് എന്ന് ഞാൻ അപ്പം മനസ്സിലാക്കി. എന്നെ കണ്ടതും രണ്ടാൾക്കും എന്തോ പോലായി. നീ എന്താടാ ഇവിടെ? ഉമ്മ ഒരല്പം പരിക്കമായി എന്നോട് ചോദിച്ചു. കുറേയായിട്ട് ഉമ്മയെ കാണാനിട്ട് വന്നതാ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അത് ഈ പാപ്പിച്ചേട്ടൻ ഇവിടെ തെന്നി വീണടാ. ഞാൻ പിടിച്ചെഴുന്നേപ്പിച്ചപ്പോൾ ആൾക്ക് ബോധമല്ലായിരുന്നു. എൻ്റെ അടിയിലെടുത്ത് നെഞ്ചിലമർത്തിയപ്പോഴാണ് പുള്ളിക്ക് ശ്വാസം കിട്ടിയത്. അപ്പോഴാണ് നീ കയറി വന്നത്. ഇന്ന് ഒട്ടും വിശ്വാസമില്ലാത്ത മുടന്ന ന്യായം ഉമ്മ എന്നോട് തട്ടിവിട്ട ശേഷം എന്നെയും കൂടി സെക്ഷനിലേക്ക് നടക്കുമ്പോഴും പാപ്പിച്ചേട്ടനെ നോക്കി ഉമ്മ കണ്ണുകൊണ്ട് എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവം കണ്ട ശേഷം എൻ്റെ ഉമ്മ അവിടെയുള്ള പെണ്ണുങ്ങളിൽ ഏറ്റവും ശക്തിയും നേതാവും എന്നെനിക്ക് തോന്നി. മാത്രമല്ല മറ്റെല്ലാ പെണ്ണുങ്ങളും കൗമാരം വിട്ടുമാറുന്ന തരം പെൺപിള്ളേരാണ്. എൻ്റെ ഉമ്മയും ക്യാഷൽ മുതലാളിക്ക് ഒപ്പമിരിക്കുന്ന 55 വയസ്സുള്ള വിലാസിൻ്റെ ശേഷിയുമായിരുന്നു. ആ ഷോപ്പിലെ മുത്തട്ടുന്ന ഏജുള്ള സ്ത്രീകൾ മാത്രമല്ല, 18 കഴിഞ്ഞ ആണായ എന്നെയും എൻ്റെ പഠിക്കുന്ന രജനിയും ബാലൻസ് നേരെ ചെവ്വ തരാത്ത ബസ് കണ്ടക്ടർമാരെയും ഇപ്പോൾ പാപ്പിച്ചേട്ടൻ്റെ കിളവനെയും തുടങ്ങി ആൺവർഗത്തെ എല്ലാം ഒറ്റ നോട്ടം കൊണ്ട് പോലും വിറപ്പിക്കുന്ന എൻ്റെ ഉമ്മ എൻ്റെ മനസ്സിലെ ഹീറോ പോലായി മാറി. പക്ഷേ ആ ഹീറോയിസം ചുരുങ്ങിയ നാൾ വരെ എൻ്റെ മനസ്സിൽ നിന്നിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം തിരക്കില്ലാത്ത സമയം ചോറ് തിന്ന് കഴിഞ്ഞ് അല്പനേരം സെക്ഷനിൽ നിലത്ത് വെടിഞ്ഞിരുന്ന് ഉറങ്ങുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഉമ്മയാണേ എന്നെ അതിനെ അനുവദിക്കാറുമുണ്ടായിരുന്നു. പാപ്പിച്ചേട്ടനും ഉമ്മയുമായുള്ള സംഭവമൊക്കെ കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ഉമ്മ ലേഡി ഹീറോ എന്ന് നിന്ന സമയം ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് പതിവ് പോലെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം സെക്ഷനിൽ നിലത്തിരുന്നൊന്ന് മയങ്ങി.
കുറച്ച് കഴിഞ്ഞതും ഒരു കാൽപ്പെരുമാറ്റം കേട്ട് ഞാൻ ഇരുന്നിടത്തിരുന്ന് തന്നെ മെല്ലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഉമ്മ സെക്ഷനിൽ പർദ്ദ കസ്റ്റമർക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ഉമ്മയുടെ പിറകിൽ ചേർന്ന് നിന്ന് ഉമ്മയുടെ അവിടെ ഇതാക്കി ലൈനിങ് സെക്ഷനിൽ നീതു വന്ന പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അവളെൻ്റെ ഏജ് തന്നെയാണ്. ഏരിയയിലൊരു 19 വയസ്സ് പ്രായം. അല്പം വെളുത്ത ചുരുണ്ട മുടിയുള്ള ഒരു മെലിഞ്ഞ പെൺകുട്ടി. അവളും +2 കഴിഞ്ഞ് റിലാക്സ് ആവാൻ വേണ്ടി 6-7 മാസത്തേക്ക് സീസണായ കാരണം വന്നു നിൽക്കുന്നതായിരുന്നു. ഞാനും അവളും ഏകദേശം ഒരേ ഹൈറ്റായി. എന്നിരുന്നാലും കുറച്ചുകൂടെ ഹൈറ്റ് എനിക്ക് തന്നെയാണെന്ന് പറയാം. പക്ഷേ ഞങ്ങൾ രണ്ടാളും എൻ്റെ ഉമ്മയുടെ തോള് വരെയാണ് ഉണ്ടായിരുന്നത്. ഉമ്മ 2 തള്ളമാർക്ക് പർദ്ദ കാണിക്കുന്നുണ്ട്. അവരുടെ കൂടെ വന്നൊരു കിളവൻ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്നുമുണ്ട്. ഫ്ലോറിൽ വേറെയും ഫാമിലിയും കസ്റ്റമറും ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ നീതു എന്ന പെൺകുട്ടി ഉമ്മയുടെ പിന്നെ ചേർന്ന് കണ്ണടച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. ഉമ്മ പർദ്ദ കാണിക്കൽ തുടരുന്നതിനൊപ്പം ചുറ്റിയും നോക്കുന്നുണ്ടായിരുന്നു. ഉമ്മയുടെ മുഖം വാടിയ പോലെ എനിക്ക് തോന്നി. നീതു ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അവിടെ ഇങ്ങനെ ഉമ്മയുടെ അവിടേക്ക് മുട്ടിച്ച് അനക്കുന്നൊക്കെ ഉണ്ട്. അവളിടയ്ക്ക് ഉമ്മയുടെ അവിടേക്കൊന്ന് ആക്കുകയും ചെയ്യുന്നുണ്ട്. പർദ്ദ അവരെടുത്തതും ഉമ്മ ബില്ലടിക്കാനായി അത് വേറൊരു പെണ്ണിനെ വിളിച്ചേൽപ്പിച്ചു. എന്ന് ചെറിയൊരു ചെളി കളിയാക്കുന്ന പോലെ അവൾ ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് പർദ്ദയും മേടിച്ച് ബില്ലടിക്കാനായി ബിൽ കൗണ്ടറിലേക്ക് പോയി. ഞാനാണേ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഉറക്കം നടിച്ച് അവിടെ തന്നെ പടിഞ്ഞിരുന്നു. ഉമ്മ കാണിച്ച പർദ്ദകൾ മടക്കി വെക്കുന്ന സമയത്തും നീതു ഉമ്മയെ തന്നെ ആക്കുമായിരുന്നു. പർദ്ദ മടക്കി കഴിഞ്ഞ ശേഷം പിള്ളറിയ മുഖത്തോടെ ചുറ്റിനും പിന്നെ എന്നെ നോക്കിക്കൊണ്ട് ഉമ്മ നിന്നതും അവൾ പിറകിൽ നിന്ന് ഉമ്മയെ തള്ളി തള്ളി നടന്ന് നീങ്ങി. അവൾ ഉമ്മയെ താഴെ ബാത്റൂമിലേക്ക് തള്ളിക്കൊണ്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഉമ്മ സ്റ്റെപ്പ് ഇറങ്ങാതെ പതിയെ കോടൻ്റെ സൈഡിലുള്ള ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് നീതുവിനെയും പിന്നിൽ വഹിച്ചുകൊണ്ട് നടന്നു. ഞാൻ പതിയെ എഴുന്നേറ്റ് ലിഫ്റ്റിനടുത്തേക്ക് പോകാൻ പോയതും ഉമ്മയും നീതുവും അതേപോലെ തന്നെ കോടന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ലിഫ്റ്റ് ബിസിയായത് കാരണം സ്റ്റെപ്പിലൂടെ തന്നെ അവർ അറ്റേതായി പതിയെ താഴെ ബാത്റൂം ലക്ഷ്യമാക്കി നടന്ന് നീങ്ങി. ഞാൻ വേഗം ഗോഡൗണിലെ ലിഫ്റ്റിൻ്റെ ചുവട്ടിലെത്തിയതും ലിഫ്റ്റ് ബിസിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലോറിൽ ഓപ്പണായി നിൽക്കുന്നു. വളരെ സന്തോഷത്തോടെ ആകാംക്ഷയോടെ ഞാൻ ലിഫ്റ്റിൽ കയറി. അവരെത്തുന്നതിന് തൊട്ട് മുന്നേ ബാത്റൂമിനടുത്തുള്ള വലിയ ജനറേറ്റർ പിറക്കി ഒളിച്ചിരുന്നു. ഞാൻ പിറകിൽ ഒളിച്ച് മിനിറ്റുകൾക്കുള്ളിൽ അവർ കട്ടകത്തി ഒന്നായി നടന്ന് ബാത്റൂമിനടുത്തെത്തി. നീതു അപ്പോഴും ഉമ്മയെ പെട്ടിവിടാതെ പിറകി തന്നെ ഇതാക്കുന്നുണ്ടായിരുന്നു. അകത്ത് കയറിയാൽ ആരെങ്കിലും മുള്ളം വന്ന രണ്ടാളെയും അകത്ത് കണ്ടാൽ സംഗതി സീനാകുമെന്ന സത്യം അവിടെ ഇതാക്കി വരുന്ന തരണി അറിയാവുന്ന പോലെ അവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. പെട്ടെന്ന് പണി കഴിഞ്ഞ സെക്ഷനിലെത്തിയില്ലെങ്കിൽ അതും വല്ല പണിയാകുന്നുള്ളത് കൊണ്ട് തന്നെ ഉമ്മ പർദ്ദയൊക്കെ പൊക്കി ഇതാക്കി. പിന്നെ ഞാൻ പറയുന്നില്ല, നീ തന്നെ പച്ച യൂണിഫോം സാരിയും അതൊക്കെ മാറ്റി. എന്നിട്ട് അങ്ങനെ അവരവിടെ പണി തുടങ്ങി. വ്യത്യസ്ത പ്രായമുള്ള അമ്മയും മകളും ആവാനുള്ള പ്രായം തോന്നിക്കുന്ന 2 സ്ത്രീ ശരീരങ്ങൾ നിന്നുകൊണ്ട് തന്നെ ഒന്നായി മാറിയ ആ അപൂർവ സംഗമം ഞാൻ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ഉമ്മ കാലിതാക്കി ചുമരേക്ക് നിന്നു. നീതു എന്ന പെൺകുട്ടി ഉമ്മയെ നല്ലവണ്ണം ഇതാക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതും രണ്ടാളും നല്ലപോലെ ഇതാക്കിയിട്ട് വിറച്ചു. രണ്ടാൾക്കും അത് സംഭവിച്ചു. അവൾ കുറച്ചു നേരം വിറച്ച് അങ്ങനെ നിന്നതും അനിത എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കറുത്ത് ഒരു വൃത്തിയില്ലാത്ത പെണ്ണും അവിടേക്ക് കയറി വന്നു. അങ്ങനെ അനിത കൈവച്ചൊരൊറ്റ അടി കൊടുത്തതും നീതു ഉമ്മയിൽ നിന്നും വേർപെട്ടു. കഴിഞ്ഞെങ്കിൽ സെക്ഷനിലേക്ക് പോടി എന്നൊരു ചീത്തയും പറഞ്ഞ്
അനിത എന്ന 22 വയസ്സുള്ള പെണ്ണ് നീതു എന്ന പെൺകുട്ടിയോട് ശകാരിച്ച് അല്പം തമാശയിൽ പറഞ്ഞതും അവൾ തന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഓക്കെ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സെക്ഷനിലേക്ക് ഓടി. ഉമ്മ നാണത്തോടെ അതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അനിത അവരുടെ പരിപാടി തുടങ്ങി. അങ്ങനെ ഒരാൾ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ ഉമ്മ ഇതാക്കുന്നത് കണ്ട്, അതും കിളുന്ന പെൺകുട്ടികളാണെന്ന് കണ്ട് എൻ്റെ മനസ്സിൽ ഉമ്മയ്ക്കുണ്ടായ ഹീറോ പരവേശം കാറ്റി പറന്നുപോയി. ഉമ്മയെ നല്ലവണ്ണം ഇതാക്കി അവർ കയറി വാതിലങ്ങ് അടച്ചു. നല്ലവണ്ണം ഞാൻ എൻ്റെതിനൊക്കെ തടവി ഇതെല്ലാം കണ്ടു നിന്ന് എൻ്റേത് നല്ലപോലെ ആയിട്ടുണ്ടായിരുന്നു. അതേക്ക് കയറി വാതിലടിച്ച പിന്നെ ഒന്നും കാണാൻ നടക്കില്ലെന്ന് മനസ്സിലായ ഞാൻ നേരെ സെക്ഷനിൽ പോയി ഒന്നും അറിയാത്ത മട്ടി നിന്നു. ഉമ്മ ശരിക്കും അവിടെയുള്ള പെൺകുട്ടികളുടെ കൊടുപ്പുകാരി മാത്രമായിരുന്നെന്നും ഉമ്മ ആകെ പേടിക്കുന്നത് പാവം ആ പാപ്പിച്ചേട്ടനെ മാത്രമായിരുന്നു പേടിപ്പിക്കുന്നതും എന്നും എനിക്ക് പിന്നീടാ മനസ്സിലായത്. താഴേക്ക് അതൊന്നുമില്ലാത്ത പെണ്ണുങ്ങൾക്ക് തമ്മിൽ അതിങ്ങനെ ആക്കുമ്പം എന്ത് സുഖം കിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരൊത്തും പിടിയും കിട്ടിയിരുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടികിട്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോളൂ കേട്ടോ. വീട്ടിൽ ചെന്നാൽ സ്ഥിരമായി ബാത്റൂമിൽ ഉമ്മ അലക്കാൻ കൂട്ടിയിട്ടിരുന്ന് അതൊക്കെ ഞാൻ എടുത്തുനിന്ന് ഇതാക്കി എങ്ങനെ ചെയ്തത് ഒരു തൊഴിലായി മാറിയിരുന്നു. അതങ്ങനെ കുറച്ച് മാസങ്ങൾ തുടർന്നു. അതൊക്കെ ഇതാക്കിയുള്ള പല വെർഷനുകളും ഞാൻ കണ്ടു മടുത്തു. അതായത് കടയിൽ നടക്കുന്ന സംഭവം കേട്ടോ. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ചേരുന്നതിന് 2 മാസം മുന്നേ ആൻഡ്രോയിഡ് ഫോൺസ് രംഗത്ത് വന്നു. അങ്ങനെ ഉമ്മ ഒരെണ്ണം വാങ്ങി. ഉമ്മയെ സോപ്പിട്ട് ഞാനും ഒന്ന് വാങ്ങി. സാംസങ്ങിൻ്റെ ഒരു 6000 വിലയുള്ളത്. പിന്നെ എനിക്കതിൽ അതൊക്കെ കാണൽ പതിവായി. അവളുമാരൊക്കെ കണ്ട് കുറേയൊക്കെ സംശയങ്ങൾ അതിൽ നിന്ന് മാറി വന്നു. അത് തമ്മിൽ ഇതാക്കുമ്പോൾ നമ്മളിതാക്കുന്നതിനേക്കാളും സ്ത്രീകൾക്ക് ലഭിക്കുന്നു അത് എന്നുള്ള പാഠം ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കി. അങ്ങനെ പിന്നെ പല ഇതും ഫോണിൽ കണ്ടു തുടങ്ങിയപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതുപോലെ ആയിരിക്കില്ലേ നിങ്ങൾക്കും? ഓരോന്ന് കണ്ടും കേട്ടും എല്ലാം അറിയാമായിരിക്കില്ലേ? ഇപ്പോൾ എത്ര തവണ ചെയ്തിട്ടുണ്ടാവില്ലേ നിങ്ങളൊക്കെ? സ്വർഗം കാണിക്കുകയും സ്വർഗം കണ്ടിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ഉമ്മയും നല്ലപോലെ കാണുന്നുണ്ട്. ഉമ്മയ്ക്ക് വാസൽ വന്ന് 2 ദിവസത്തിന് ശേഷം എനിക്ക് ചെറിയ പനി പിടിച്ചു. ആ പാർസലിൽ കുറേ സംഭവങ്ങളായിരുന്നു. അവർ തനിയെ ചെയ്യത്തില്ലേ അതിൻ്റേതായിട്ടുള്ള. അങ്ങനെ ഞാനിന്ന് ലീവാ, നീ കടയിൽ പോകണില്ലേ എന്ന് ആരെയോ കാത്തു നിൽക്കുന്ന പോലെ എന്നോട് ഉമ്മ ചോദിച്ചു. എനിക്ക് പനിയാണ് ഉമ്മ എന്ന് ഞാനും മറുപടി പറഞ്ഞു. ഉമ്മ വന്ന് നെറ്റിയെ തൊട്ട് നോക്കിയ ശേഷം വൈകിട്ട് ഹോസ്പിറ്റലിൽ പോവാം, കഞ്ഞി കുടിച്ചപ്പോൾ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഉറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞതും എൻ്റെ പനിയെല്ലാം മാറി. പക്ഷേ ഉമ്മ വല്ല ജോലിയും പറഞ്ഞാലോ എന്ന കാരണം ഞാൻ പനി അഭിനയിച്ച് കിടന്നു. ഉച്ചയ്ക്ക് 12 ആയപ്പോൾ എത്താന്നൊരു പതിച്ചുള്ള ശബ്ദം ഞാൻ കേട്ടു. പതിയെ ജനാല വഴി നോക്കിയപ്പോൾ അത് പാപ്പി ചേട്ടനായിരുന്നു. എങ്കിൽ കയറി വാടാ പാപ്പി എന്നും പറഞ്ഞ് അമ്മ ഒരു പച്ച ഇത് മാത്രമായിട്ട് വാതിൽ തുറന്നു കൊടുത്ത് പാപ്പി ചേട്ടനെ അകത്ത് കയറ്റി. അനുജൻ ഫാരസിന് അന്ന് ക്ലാസ് ഉള്ളത് കാരണം അവൻ അവിടെ ഇല്ലായിരുന്നു. പാപ്പി ചേട്ടനെ പൊക്കിയെടുത്ത് ഉമ്മ നടന്ന തൻ്റെ റൂമ് ബെഡിൽ കൊണ്ടിരുത്തി ശേഷം എന്നെ വന്നെന്ന് നോക്കി. ഞാൻ നല്ല ഉറക്കാമെന്ന് കരുതി ഉമ്മ പൂച്ചയെ പോലെ പോയി റൂമിൽ കയറി വാതിലടച്ചു. ഉമ്മയുടെ റൂമിൻ്റെ കുറ്റി കംപ്ലൈൻ്റ് ആയതിനാൽ വാതിൽ ശരിക്കും അടഞ്ഞിട്ടില്ലായിരുന്നു. അല്പം കഴിഞ്ഞ് ഞാൻ മെല്ലെ വാതിൽ ചുവട്ടിൽ ചെന്ന് എത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ അവിടെ സെറ്റാക്കി നിൽക്കാൻ പരുവത്തിന് പാകത്തിനുള്ളതായിരുന്നു. ഉമ്മ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് പാപ്പി ചേട്ടൻ മുട്ടുകുത്തി. അങ്ങനെ ഉമ്മച്ചി കുറച്ച് പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിട്ട് നല്ലവണ്ണം പാപ്പി ചേട്ടനിട്ട് പണിയായിരുന്നു. ആളാണെങ്കിൽ സുഖവും വേദനയും കാരണം വല്ലാത്ത അലർച്ചയും.
അതൊക്കെ കണ്ട് എനിക്ക് സംഭവം എന്താണെന്ന് ശരിക്കും കിട്ടിയില്ല. അങ്ങോട്ട് ഇതാക്കുമ്പോൾ ഫൈൻ, പക്ഷേ ഇങ്ങനെ ആൾക്ക് തിരിച്ചിതാക്കുമ്പം ഈ പെണ്ണുങ്ങൾക്ക് എന്ത് കിട്ടാമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. പക്ഷേ സംഭവം ക്ലിയറായിട്ട് അത് അറിയണം, മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ റൂമിനകത്ത് കയറണമായിരുന്നു. ഞാൻ വിറയ്ക്കുന്ന ശരീരത്തോടെ മുട്ടിലെഴുന്ന് അമ്മയുടെ കട്ടിലിന് അമ്മയുടെ വലിയ അവിടെ പോയി കുനിഞ്ഞിരുന്നു. കഞ്ഞി ചീഞ്ഞ തരം ഒരു വൃത്തികെട്ട മണമായിരുന്നു ഉമ്മയുടെ ഇത് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. എന്ന് പിന്നെ അവിടെ ശബ്ദങ്ങളും അപശബ്ദങ്ങളും ചെറിയ ചെറിയ ശബ്ദങ്ങളും മാത്രമായിരുന്നു. അവസാനം അവരുടെ ഓരോന്ന് കണ്ടിരുന്ന ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഇതാക്കി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് സുഖം കിട്ടുക എന്നുള്ള പാഠം ഞാൻ അന്ന് പഠിച്ചു. അതെങ്ങനെയാന്ന് ഞാൻ വിവരിക്കുന്നില്ല, വിവരിച്ചാൽ നമുക്ക് പണി കിട്ടിയാലോ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കൂലേ, ആരെങ്കിലുമൊക്കെ നിങ്ങളെയും ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതായത് പെണ്ണുങ്ങൾ നിങ്ങളെ. അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്, ആരൊക്കെയും നമുക്കറിയാലോ. അതിന് ശരിക്കും സുഖം ഉണ്ടോയെന്നും കൂടെ പറഞ്ഞേക്കണേ. അങ്ങനെ അരമണിക്കൂറിനടുത്ത് വരെ പാപ്പിയെ നല്ലവണ്ണം ഇതാക്കിയിട്ട് ഉമ്മ നല്ലവണ്ണം അന്ന് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. ഉമ്മയുടെ ഒച്ച കേട്ട് ആരെങ്കിലും വരുമോയെന്ന് വരെ ഞാൻ ഭയന്നു. പക്ഷേ ഉമ്മയ്ക്ക് വരാൻ കുറച്ചൊരു സമയം എടുത്തിരുന്നു. ഉമ്മയ്ക്ക് വരാറായപ്പോൾ ഭയങ്കരമായി അരച്ചുണ്ടാക്കിക്കൊണ്ട് മുന്നിൽ ബോധം കെട്ടം പോലെ കിടന്ന പാപ്പച്ചേട്ടൻ്റെ ആടെ ഒന്ന് ഇതാക്കിയിട്ട് പുള്ളിയുടെ കഴുത്തിലും ചെവിയിലൊക്കെ നല്ലവണ്ണം ഇതാക്കി അലറിക്കണ്ട്. പാപ്പിച്ചേട്ടൻ മരിച്ചു പോയെന്ന് വരെ എനിക്ക് ചിന്തിച്ചു പോയി. കാരണം അയാൾക്ക് അനക്കം വരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മ ഓരോരോ ശബ്ദം ഉണ്ടാക്കി അലറിക്കണ്ട്, പ്രത്യേകിച്ച് ഒരു രീതിയിൽ വിറച്ചിട്ട്. അങ്ങനെ അവസാനം അത് വന്നു. ആ പൗച്ച് മൊത്തം നനഞ്ഞു കുതിർന്നിരിക്കുകയായിരുന്നു. ഉമ്മയ്ക്ക് പോയിന്ന് എനിക്ക് മനസ്സിലായി. ഉമ്മയുടെ അവിടെ നിന്നും അതിൻ്റെ അപശബ്ദങ്ങളും ഞാൻ കേട്ടിരുന്നു. അതൊക്കെ ഇങ്ങനെ ചുങ്ങാനും നിവരാനും തുടങ്ങി. മുട്ടയിട്ടാലോ ഇതാക്കിയാലോ കോഴികളുടെ ആ ഒരു ഇത് വികസിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരു സ്ത്രീയുടെ അതിന് മുതൽ പുരുഷൻ വെറും തൃണമാണെന്നുള്ള പാഠം അന്ന് ഞാൻ പഠിച്ചു. അതായത് ആ രീതിക്ക് കേട്ടോ. ഉമ്മയുടെ അതൊക്കെ കണ്ട് ഞാൻ പതിയെ അവസാനിക്കുന്നതും കണ്ടു. നല്ലൊരു ശബ്ദത്തിൽ പാപ്പയുടെ അവിടെ നല്ലൊരിതായി മിക്സായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വേഗം പോയി പുതപ്പിട്ട് മൂടി എൻ്റെ റൂമിൽ കയറി മിണ്ടാതെ കിടന്നു. അല്പം കഴിഞ്ഞ് പാപ്പി ചേട്ടന് പൈസ കൊടുക്കുന്നതും ചേട്ടന് അത് വേണ്ടെത്താന്ന് ഉമ്മയോട് പറയുന്നതും മര്യാദ വാങ്ങിക്കടാ എന്ന് ഉമ്മ ചേട്ടനെ ശകാരിക്കുന്നതും എല്ലാം കേട്ട് ഞാൻ റൂമിൽ തന്നെ കിടന്നു. കുറച്ച് കഴിഞ്ഞ് പാപ്പി ചേട്ടൻ അതും വിറച്ച് നടന്നു പോകുന്നത് ഞാൻ ജനാല വഴി കണ്ടു. ഞാൻ മെല്ലെ എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും ഉമ്മ ബാത്റൂമിൽ കയറി വെള്ളം ഒഴിച്ച് കുളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. എൻ്റേതാണേ നല്ല സെറ്റായിട്ട് നിൽക്കുക. ഞാൻ അപ്പോഴേക്കും ഉമ്മയുടെ റൂമിൽ കയറിയപ്പോൾ ആ നീല സാധനം അവിടെ കിടക്കുന്നുണ്ട്. ഞാനത് കയ്യിലെടുത്ത് പരിശോധിച്ചു. അതിലാണേ വെളുത്ത കളറിലുള്ള അത് അടഞ്ഞിട്ടുണ്ടായിരുന്നു. പാപ്പയുടെ അതൊക്കെ അതിൽ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതോടൊപ്പം നെയ്യ് പോലുള്ള സാധനം കണ്ടിട്ട് എനിക്കെന്തോ അറപ്പ് തോന്നി. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി അതിലെ ആ കഞ്ഞി വെള്ളമുള്ളതൊക്കെ കണ്ട് എൻ്റെ ഇതിങ്ങനെ സെറ്റടിക്കല്ലേ, ഞാൻ അതൊക്കെ ഓർത്തിട്ട് എൻ്റെ പരിപാടി അത് തുടങ്ങിയതും എടാ എന്നൊരു ചീത്തയും പറഞ്ഞ് ഉമ്മയുടെ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിത്തെറിച്ച് നിന്ന് പോയി. ഉമ്മ ഒരു ലുങ്കിക്കെടുത്ത്, അതായത് ഇങ്ങനെ കുളിച്ചിട്ട് വെമ്പിള്ളേർ ഇറങ്ങത്തില്ലേ, അതൊക്കെ ആ ഒരു സെറ്റപ്പ് നനഞ്ഞ് കുതിർന്ന് തലയിൽ തോർത്തും ചുറ്റി വന്ന് റൂമിനകത്തേക്ക് കയറി വന്നു. ഞാൻ ആകെ ഭയന്ന് വരയ്ക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിലുള്ള അതൊക്കെ കണ്ട് ഉമ്മ ഇങ്ങനെ നോക്കിയതും ഞാൻ പറ്റിയത് താഴേക്കിട്ടു. അതറിയാതെ നിലത്ത് പേടിച്ച് വീണ് പോയതാണെന്ന് പറയുന്നതാകും ഉചിതം.
ഉമ്മ ഈറനണിഞ്ഞ് അതൊക്കെ ഇട്ട് നിൽക്കുന്നത് ഒരു ദേഷ്യത്തോടെയായിരുന്നു. ഞാൻ ഭയന്ന് ഉമ്മയ്ക്ക് മുന്നിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അത് പല നിഷിദ്ധ സംഭവങ്ങളുടെയും ആരംഭമായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത കഥയിൽ കേൾക്കാം. അപ്പോൾ കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എന്നാലല്ലേ വീണ്ടും വീണ്ടും കഥ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു നൈസ് കഥയായിട്ട് വേഗം തന്നെ കാണാം. അതുവരെ ബൈ.